ഹലോ ഗായ്സ്, എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം. ഈ മുട്ടിലെ പാറയിൽ ഇത്രയും ഭംഗിയായിട്ട് വരച്ചു വെച്ചേക്കുന്ന ഒരു കലാവിരുത് കണ്ടോ? ഇങ്ങനെയുണ്ട്. മുട്ടിൻ്റെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ഡബിൾ ഹുക്കാണ്, കണ്ടില്ലേ? ഒരു കാർബണും ഒരല്ലാത്തയും ഒരു ഡബിൾ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. സ്നാപ്പിൻ്റെ അറ്റത്ത് കയറും ഒരു കല്ല്, ഇത് കെട്ടിയിട്ട് കല്ലെപ്പോഴും ചൂണ്ടയിൽ നിന്ന് താന്ന് നിൽക്കണം. ചൂണ്ടയിൽ നിന്ന് ഇത്രയും താന്ന് നിൽക്കുകയാണ് കല്ല്. ചാള ബേറ്റായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ചാളയാണ്. അപ്പം നമ്മൾ കുരുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാള ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പൊത്തിപ്പുറത്തെടുക്കും. ഈ ചൂണ്ടയും കൂടെ നമ്മൾ ഇതുപോലെ പൊത്തിപ്പുറത്തെടുക്കും. ഇതിങ്ങനെ തൊട്ടിപ്പുറത്ത് തല പോർഷൻ ഈ ഒരു നല്ല ഉടക്കുള്ള ഏരിയ ആയിട്ടാണ് നമ്മൾ ഈ കല്ല് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ഉടക്ക് കുറഞ്ഞ ഏരിയ ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഈ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. കേട്ടോ ഞാനുണ്ട് മറ്റ അത് എടുത്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ? ചാളയിൽ ഇവിടെ ഒന്നകത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫിഷിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്ത് വന്നാലും നമ്മൾ തളരത്തില്ല കേട്ടോ. കുറുതല എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി മീനാണ് കേട്ടോ നമുക്ക് അടിച്ചിരിക്കുന്നത്. രണ്ട് ഡബിൾ ചൂണ്ടയാണ്, ഒന്നും ഞാൻ ഒന്നാക്കിപ്പോയി. അടുത്ത് വെച്ചിട്ട് നല്ല കളറായി മീൻ. സന്ധ്യ സമയമായപ്പോൾ ഈ വിളക്കെടുപ്പിന് നമ്മൾ കൊച്ചു പിള്ളേരെ കൊണ്ടുപോകില്ലേ, ആ ഒരു സെറ്റപ്പിന് വള്ളങ്ങൾ ഇറങ്ങി ഇങ്ങനെ കടലിലേക്ക് പോവുകയാണ് കേട്ടോ. സംഭവം കാണാൻ തന്നെ അടിപൊളി ഒരു വൈബുണ്ട്. അങ്ങനെ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. കരയിലെത്തിയ മീൻ അതിതന്ത്രപരമായിട്ട് കല്ലിനിടയിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല കടലടിക്കുന്ന ടൈമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ടൈമിൽ മീനെ എടുക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും സ്പോട്ടിലുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട്സ് കട്ട സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ഫുൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ എടുക്കാൻ വേണ്ടി. ഇവിടുത്തെ പാറയെന്നൊക്കെ പറഞ്ഞാൽ നല്ല വഴുക്കലാണ്. കാലിന്ന് തെന്നിയ സ്ട്രെയിറ്റ് കടലിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് നല്ല കെയർഫുൾ ആയിട്ട് വേണം ഈ സ്പോട്ടിൽ നിൽക്കാനായിട്ട്. അത്യാവശ്യം സൈസുള്ള ഒരു ഹമൂർ മീനാണ് കേട്ടോ ഈ ഒരു പണി നമുക്ക് തന്നിരിക്കുന്നത്. ഗൈസ്, ഈ വീഡിയോയുടെ കൂടെ നമ്മൾ സെക്കൻഡ് ഡേ വന്ന കുറച്ച് വീഡിയോസ് കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ഇങ്ങോട്ട് അയ്യവാ, സെറ്റ് സെറ്റ് സെറ്റ്, പൊളി പൊളി. അതിൽ വേറെ ബ്രൈഡ് കിടക്കുന്ന നമ്മുടെ ഷാനവാസ് ബ്രോയ്ക്ക് ഒറ്റ തുമ്പിൽ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലുതാ, പയ്യെ മതി.
ഇതെവിടാ എത്തിയാ? ആ കൊണ്ടുപോ. ഓള നല്ല സൈസ് ഒരു കോളമീനാണ് കയറി സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അത് അങ്ങോട്ട് വിടാ, അതിനെ വിടാ ഓടിക്കാ അങ്ങോട്ട് ഓടി. ഗഫ് എടുക്കണോ? ഗഫ് എടുത്തേ പറ്റൂ. ഗഫർ അയ്യോ കേരള ഓക്കെ. ഗഫ് വേണം. അയ്യോ കാല് നോക്കണേ, നീ കാല് നോക്കണേ. ചിറക്കുവേ, മീൻ പോണെങ്കി പോട്ട്. ഇല്ല പയ്യ ഞാൻ ലൂസാക്കണേ. വലിച്ചു പറിക്കണ്ട. ഏടാ നല്ല തരമായിരുന്നു. തരാ പോ. കേറി വേടാ നീ വേടാ പോനെ. അടിപൊളിയടാ. പാവങ്ങളുടെ ഒരു കിലോ ഉണ്ട്. സെറ്റ് അടിപൊളി. കുഴപ്പമില്ലല്ലേ? ഇവിടെ ഇത്രയും കുഴപ്പമൊന്നുമില്ല. അല്ല മെനിങ്ങാന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഈ വീഡിയോ എന്തായാലും ഇടുകയാണ്. ഞാൻ ഇടണം ഈ വീഡിയോ. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്റെ മക്കളായി. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് പിടിച്ചപ്പോ ഞാൻ ഇടം കണ്ടു. ആദ്യമായിട്ട് ഇത്രയും വിരളിങ്ങനെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുക. കടിക്കും ചുമ്മാ പറഞ്ഞത്. എണ്ണ വന്നതിന് വേണ്ടിയുള്ള ആയ നല്ല പല്ലുണ്ട്. നല്ല കൊല്ലുണ്ട് എൻ്റെ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.